ഗുഡ് മോർണിംഗ്. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ കയ്യിലുള്ള ഹൈബ്രിഡിൻ്റെ റെഡ് വെറൈറ്റീസൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. മാത്രമല്ല ഇതുപോലെ ചെടി നിറഞ്ഞു പൂക്കാൻ വേണ്ടി ഞാൻ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ, വളം എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഇതൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള റൂബി റെഡാണേ. നിറഞ്ഞു പൂക്കുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ കളറെന്ന് പറഞ്ഞാൽ ബീട്രൂട്ട് മുറിക്കുമ്പോൾ ഉള്ള ആ ഒരു കളറുണ്ടല്ലോ, ആ ഒരു കളറിലാണ് ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞു വരുന്നത്. അതിനുശേഷം ആ കളറുകൾക്ക് കുറച്ചും കൂടെ മാറ്റം വരും. നല്ല നല്ല കളറാണേ. നോക്കിയേ, എന്തൊരു ഭംഗിയുള്ള കളറാണ് നോക്കിയേ. നമുക്കറിയാം ഇപ്പം കിട്ടുന്ന മലേഷ്യൻ വെറൈറ്റി പ്ലാന്റ്സുകളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഇല കാണാതെ പൂക്കുന്ന ചെടികളാണ്. പക്ഷെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ, അതിന് വളങ്ങളൊക്കെ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഈ ചെടിയിൽ ഇല കാണാതെ പൂക്കും. ഇതിപ്പോൾ നമ്മൾ ഈവനിങ്ങിലാണ് ഇത് വീഡിയോ എടുക്കുന്നത്. പക്ഷെ രാവിലെ ഉണ്ടല്ലോ ഈ പൂക്കളെയൊക്കെ കാണാൻ എന്തോരം ഭംഗിയാണെന്നറിയാം. ഒരു 4 മണി സമയമൊക്കെ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ പൂക്കളൊക്കെ ഒന്ന് വാടിയിരിക്കും. പിന്നെ നമ്മൾ വെള്ളമൊക്കെ കൊടുക്കുമ്പോൾ ഒന്ന് ഫ്രഷായി വരുന്നതേ. ഇപ്പം ബൊഗൈൻവില്ല പ്ലാന്റ്സിൻ്റെ കൂട്ടത്തിൽ ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ് ഈ റൂബി റെഡ്. എല്ലാവർക്കും ഈ പ്ലാന്റ് ഒത്തിരി ഇഷ്ടമാണ്. ഈ റൂബി റെഡ് ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റും. ഇതിൻ്റെ കമ്പുകളൊക്കെ ഇങ്ങനെ ഹാങ് ആയിട്ടാണ് എപ്പോഴും വളർന്നു വരുന്നത്. പിന്നെ നമുക്ക് വലിയ പോട്ടിൽ വളർത്തി 18 ഇഞ്ച് സൈസ് പോട്ടിലൊക്കെ വെച്ച് നമുക്ക് വളർത്താൻ പറ്റും. അങ്ങനെ വളർത്തി അതിനെ നല്ല ഷേപ്പിൽ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് ബോൾ ഷേപ്പിലാക്കി എടുത്താൽ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമേ. അപ്പം ഇതിൻ്റെ ഓരോ കമ്പുകളും കിടക്കുന്നുണ്ടോ, ഹാങ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പം ഹാങ്ങിങ്ങിന് ബെസ്റ്റ് പ്ലാന്റാണ് റൂബി റെഡ്. രണ്ടാമത്തെ റെഡ് പ്ലാന്റാണ് ഞാൻ കാണിക്കുന്നത്. ചില്ലി റെഡാണ്. നോക്കിയേ, നല്ല ഭംഗിയുള്ള കളറാണ്. പഴുത്ത മുളകുണ്ടല്ലോ, ആ മുളകിൻ്റെ കളറാണ് ഈ പൂക്കൾക്ക്. നിറയെ പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇപ്പോൾ ഇതിൻ്റെ പൂക്കൾ കഴിയാറായി, ആദ്യത്തെ സെക്ഷൻ കഴിയാറായി. ഇനി നമ്മൾ ഈ ഇതുപോലെ നിൽക്കുന്ന പൂക്കളെയൊക്കെ ഒന്ന് നുള്ളി കളയണേ. എന്നിട്ട് നമ്മൾ വളം കൊടുക്കണം. വളം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ചില്ലി വെറൈറ്റീസിൻ്റെയൊക്കെ കമ്പുകൾ കണ്ടോ, ഇതുപോലെ ചെറിയ കമ്പുകളാണ്. ഈ പ്ലാന്റ്സും നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റും. കണ്ടോ, നല്ല ഭംഗിയുള്ള പൂക്കളാണ്. നിറഞ്ഞ് പൂക്കും, നിറഞ്ഞ്. പിന്നെ നമുക്കിതുപോലെ ബുഷാക്കി വലിയ പോട്ടിൽ വെച്ച് നമുക്ക് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നല്ല ഭംഗിയിൽ ഷേപ്പാക്കി എടുത്താൽ നല്ലതാണ്. നിറഞ്ഞ് ഇല കാണാതെ പൂത്ത് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ബോൾ ഷേപ്പിലാക്കി എടുത്താൽ നല്ല സൂപ്പറാണ്. അടുത്തത് നമ്മുടെ ഫ്ലെയിം റെഡാണേ. കണ്ടോ, തീ കത്തി നിൽക്കുന്ന പോലെയാണ് ഇതിൻ്റെ കളറ്. ഈ കളറുകളെല്ലാം ഒന്നിനൊന്നിന് നല്ലതാണേ. ഏതാ നല്ലതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള കളറുകളാണ്. ഇത് ഫ്ലെയിം റെഡ് നിറയെ പൂക്കുന്ന വെറൈറ്റിയാണേ. ചില്ലി റെഡ് കണ്ടോ, പൂത്തു വരുന്ന ആ സമയത്ത് അതിൻ്റെ കളറ് കണ്ടോ ഈ ഒരു ഇതിൽ ഇങ്ങനെയാണ് അത് പൂത്തു വരുന്നത്. അത് കഴിഞ്ഞാണ് വ്യത്യാസം വരും. കണ്ടോ, ഈ ഒരു പ്ലാന്റ്സ് തന്നെ കണ്ടില്ലേ, അതിന് പൂക്കളൊക്കെ രണ്ടാമത്തെ സെക്ഷനായി വരുവാണേ. അപ്പോൾ ഇതുപോലൊരു പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നല്ല വളർച്ചയുള്ള പ്ലാന്റുകളാണ്. പെട്ടെന്ന് വളരും. ഇതിനെ നമുക്ക് ഏത് രീതിയിലും നമുക്ക് ബുഷാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ വളർത്താം, ഹാങ്ങിങ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏത് രീതിയിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണേ. അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഡോൾഫിൻ റെഡാണേ. ഡോൾഫിൻ റെഡ് കണ്ടോ, റോയൽ ഡോൾഫിനാണ്. നല്ല ഭംഗിയാണ്. ഇതിന് വെയിൽ ഇച്ചിരി കുറവുള്ളിടത്താണ് ഇരുന്നത്, അതുകൊണ്ടാണ് ഇലകൾക്ക്, അല്ലെങ്കിൽ ഇലകൾ ഇച്ചിരി കൂടെ യെല്ലോയിഷ് കളറാകുമേ. ഇത് കണ്ടോ, ആദ്യം ഈ റെഡിലാണ് പൂക്കൾ വരുന്നത്. അതിനുശേഷം കണ്ടോ ഇച്ചിരി കൂടെ ഒരു കളറിനൊരു വ്യത്യാസം വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള വലിപ്പമുള്ള പൂക്കളാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ല വലിപ്പമാണ് ഇതിൻ്റെ പൂക്കൾക്ക്. ഡോൾഫിൻ റെഡ്. ഇതിൻ്റെ ഇലകൾക്ക് കണ്ടോ വേരിയേഷനാണ്. ഇപ്പം നല്ല സൺലൈറ്റിൽ ഇരിക്കുമ്പം നല്ല യെല്ലോ കളർ വരും. നല്ല ഭംഗിയുള്ളതാണ്. നമുക്ക് പൂക്കളില്ലാത്തപ്പോഴും ഇതുപോലുള്ള ചെടികൾ നല്ല ഭംഗിയാണേ.
അടുത്ത പൂക്കളൊക്കെ ഇതിനായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു സെക്ഷൻ പൂക്കൾ കഴിഞ്ഞു, അടുത്തതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അടുത്തതാണ് നമ്മുടെ മൊണാലിസ റെഡ്. കണ്ടോ, നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇതിൻ്റെ റെഡ് പിന്നെ ഈ റൂബി റെഡിൻ്റെ കളറും ഒക്കെ ആയിട്ട് ഇച്ചിരി സാമ്യമുള്ള കളറാണേ. ഇതിൻ്റെ ഇലകൾ കണ്ടോ, ആലില പോലെയുള്ള ഇലകളാണ്. ഇലകൾക്കൊരു ഡാർക്ക് പച്ചയാണ് ഇതിൻ്റെ ഇലകളുടെ കളറ്. ആ ഇലകൾക്കൊരു പ്രത്യേക ഷേപ്പാണ്. അതങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. പൂക്കൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മുടെ ഡോക്ടർ റാവു ആണേ. ഡോക്ടർ റാവു റെഡ് നോക്കിയേ, നല്ല ഭംഗിയുള്ള കളറല്ലേ. ഇതും പറഞ്ഞതുപോലെ തന്നെ ഇലകൾക്ക് വേരിയേഷൻ ഉള്ളതാണ്. കണ്ടോ, അപ്പോൾ ഈ ഡോൾഫിൻ റെഡും ഡോക്ടർ റാവുവിൻ്റെ ചെടിയും കൂടെ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടില്ലേ. അപ്പം പൂക്കളും കണ്ടോ, നല്ല ഭംഗിയുള്ള കളറാണ്. ഇത് നമ്മുടെ ക്ലാബ്രയുടെ ഒരു റെഡാണേ. അതിൻ്റെ കൂടെ പിങ്കും കൂടെ ഒരു ചെടിയിൽ തന്നെ കണ്ടോ, പിങ്ക് ഫ്ലവറും ഉണ്ടാവും, അതേപോലെ റെഡും ഉണ്ടാവും. അങ്ങനത്തെ ഒരു ചെടിയാണിത്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ചെറിയ ചെറിയ പൂക്കളാണെങ്കിൽ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അടുത്തൊരു ചെടിയാണ് നമ്മുടെ ക്രിംസൺ റെഡ്. അത് നല്ല കട്ടയ്ക്ക് പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ കണ്ടോ, പൂക്കൾ കണ്ടില്ലേ, ഇതുപോലെ കട്ടയായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ. ക്രിംസൺ റെഡ്. ഇത് നമ്മുടെ ഗ്ലാബ്രയുടെ വേറൊരെണ്ണമാണ് റെഡ്. അത് നല്ല ഭംഗിയുള്ള കളറാണ്. ഇപ്പോൾ ഈ ചില്ലി റെഡിൻ്റെയൊക്കെ പൂക്കൾ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഈ പൂക്കളൊക്കെ ഉണ്ടല്ലോ, ഇത് ഫെയ്ഡായ പൂക്കളാണ്. അപ്പോൾ ഇതിനെ നുള്ളി കളഞ്ഞിട്ട് നമുക്കിതിന് വളം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുമേ. പിന്നെ നമ്മുടെ ചെടികൾ നിറയെ പൂക്കാൻ വേണ്ടി ഒരു 8 മണിക്കൂറെങ്കിലും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ നമ്മൾ ചെടികളെ വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതുപോലെ കൊമ്പുകളൊക്കെ നീണ്ടു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഇതിനെ ഒന്ന് വളച്ച് കൊടുത്ത് ഇതിൽ തന്നെ നമ്മൾ നിർത്തുക. അപ്പോൾ ഇങ്ങനെ ഇലകളൊക്കെ ഒന്ന് നുള്ളിക്കളയുക. ഇപ്പോഴും പൂക്കൾ കുറവാണെങ്കിൽ ഇലകളെയൊക്കെ ഒന്ന് നുള്ളിക്കളഞ്ഞ് അതിൻ്റെ കൊമ്പുകളെയൊക്കെ ഇതുപോലെ വളച്ച് വെച്ചാൽ മതി. വളച്ച് വെച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കെട്ടി കൊടുത്താൽ മതി. അതൊന്നും ഒടിഞ്ഞൊന്നും പോകത്തില്ല. ബൊഗൈൻവില്ല പ്ലാന്റ്സിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മൾ കുറച്ചൊക്കെ നമുക്കതിനെ ഒന്ന് വളച്ചൊക്കെ വെച്ച് കെട്ടിയൊക്കെ വെക്കാൻ പറ്റുമേ. അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുത്താൽ സൺലൈറ്റ് ഡയറക്റ്റ് ഈ കൊമ്പുകളിൽ അടിക്കുമ്പോൾ ഉണ്ടല്ലോ, നിറയെ പൂക്കളുണ്ടാവും. നമ്മൾ ചെടികൾക്ക് വെള്ളം നനച്ച് കൊടുക്കുന്നത് കുറച്ച് വെള്ളം മാത്രം കൊടുക്കുക. എല്ലാ ദിവസവും നമ്മൾ വെള്ളം കൊടുക്കുക. അതിൻ്റെ പൂക്കളിലൊന്നും വെള്ളം ഒഴിക്കാതെ ചട്ടിയുടെ ചുവട്ടിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ കൂടുതലായിട്ടുള്ള വളങ്ങൾ കൂടെ ചെയ്ത് കൊടുക്കാതിരിക്കുക. നമ്മളൊരു 15 ദിവസം ഇടവിട്ട് നമുക്ക് വളങ്ങൾ കൊടുക്കാം. പിന്നെ ജൈവ വളങ്ങൾ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. വളരെ ഡൈലൂട്ട് ചെയ്തേ നമ്മൾ കൊടുക്കാവുള്ളൂ. കൂടുതലും ഞാൻ കെമിക്കൽ ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ സമയങ്ങളിലെ ചൂട് സമയങ്ങളിൽ നമുക്ക് ജൈവവളം കൊടുക്കാം. എന്നാലും ഡൈലൂട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചെടി നശിച്ചു പോകും. പ്രത്യേകിച്ച് ഹൈബ്രിഡ് വെറൈറ്റീസിനൊക്കെ നമ്മൾ കെമിക്കലായിട്ടുള്ള ഡാപ്പോ അല്ലെങ്കിൽ NPK, പൊട്ടാഷ്യം ഇങ്ങനെയുള്ള വളങ്ങൾ അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ലിക്വിഡായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയോ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണേ. അത് ലൈറ്റായിട്ടായിരിക്കണം. പിന്നെ ചെടിയെ നമ്മൾ ബുഷാക്കാൻ വേണ്ടി ഇതുപോലെ നീണ്ടു വരുന്ന കൊമ്പിൻ്റെ ഈ എൻഡ് ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നമ്മൾക്കൊന്ന് നുള്ളി കൊടുക്കുക. അപ്പോൾ അവിടെ നിന്ന് നിറച്ച് പൂക്കളും വരും. നല്ല ബുഷായിട്ട് ചെടി വളർന്നു വരാൻ വേണ്ടി അത് സഹായിക്കും. നമ്മൾ ഈ പൂക്കളൊക്കെ ഒന്ന് ഫെയ്ഡായി കഴിയുമ്പോൾ ഇതിനെയൊക്കെ നുള്ളി കളഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് പൊട്ടാഷ് നമുക്ക് സ്പ്രേ ചെയ്യാം. അതുപോലെ തന്നെ NPK 19 നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാമേ. മുഴുവനും അതുപോലെ ഫെയ്ഡായി നിൽക്കുന്ന പൂക്കളെല്ലാം നമ്മൾ കളഞ്ഞിട്ടുണ്ടല്ലോ. ഇതുപോലെ ഇപ്പം ഞാനിവിടെ സ്പ്രേ ചെയ്യുന്നത് NPK ആണ്, 19 ഇതുപോലെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഉണ്ടല്ലോ നിറഞ്ഞത് പൂക്കുമേ. എല്ലാ ഫെയ്ഡായി നിൽക്കുന്ന മുഴുവൻ പൂക്കളും നമ്മൾ ഒരുപോലെ നുള്ളി കളഞ്ഞിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നമ്മളിതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുന്നത് ഫാക്ടംബോസും NPKയും കൂടെ നമ്മൾ മിക്സ് ചെയ്തതാണേ. അത് പിന്നെ ഒരു ചെറിയ സ്പൂണിൽ 5 ഗ്രാം എന്ന കണക്കാണ് 1 ലിറ്റർ വെള്ളത്തിന്. നമുക്കിതുപോലെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാൻ ചെയ്യാം. ഇലകളിൽ നമ്മൾ സ്പ്രേ ചെയ്തത് NPK ആണേ. വേഗത്തിൽ നമുക്ക് പൂക്കൾ കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ ലിക്വിഡായിട്ട് ഒഴിച്ചാൽ അത് പ്രയോജനപ്പെടും. നമ്മളല്ല എങ്കിൽ നമ്മൾ കുറച്ച് ദിവസം കൊണ്ടേ നമുക്ക് പൂക്കൾ മതിയെങ്കിൽ നമ്മൾ അത് തന്നെ വളമായിട്ട് അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ആദ്യം ഒന്ന് ചുവട് നനച്ചതിന് ശേഷം വളം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റ് ഷെയർ ചെയ്യുക.
ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കണം ഓളം ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ഓക്കെ, താങ്ക് യു.